ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഴിമതി നടത്താത്ത ഒരു പാർട്ടിയില്ല. ഒരു പാർട്ടിയും അഴിമതി നടത്താതിരിക്കുന്നില്ല. അഴിമതി നടത്താത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. ഈ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയിൽ നിന്നൊരു കഥ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് 3-ാം സീറ്റ് ചോദിക്കാത്തത്? കേരളത്തിൽ 2 പാർലമെൻറ്റ് സീറ്റല്ലേ ഉള്ളൂ, 3-ാം സീറ്റ് ചോദിക്കാത്തത്? അതിനൊരു മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് കൊടുത്ത മറുപടി, ഓഫ് ദ റെക്കോർഡ് കൊടുത്ത മറുപടി, പൈസ വേണ്ടേ മത്സരിക്കാനെന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പൈസ എവിടെ നിന്നാണ് രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാകുന്നത്? ഈ കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ മുമ്പ് ഇലക്ട്രൽ ബോണ്ട് വഴി വന്ന പണം, ഈ പണമൊന്നും അല്ല. അതല്ലാതെ പണം വേണം തെരഞ്ഞെടുപ്പ് ചെയ്യുന്നതെങ്കിൽ. എന്ന് മാത്രമല്ല, കേരളത്തിൽ പോലും പണം വാങ്ങി വോട്ട് ചെയ്യുന്നൊരു സംസ്കാരം വളർന്നു വരികയാണ്. മോൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യാണ്, അവൻ വേണമെങ്കിൽ വന്ന് വോട്ട് ചെയ്യും, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുകൊടുത്തേക്ക് എന്ന് പറയുന്ന ആളുകൾ കേരളത്തിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ട്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ട്. അപ്പോൾ ഈ പണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് ഈ JMM പോലുള്ള പ്രാദേശിക പാർട്ടികളുടെ പ്രശ്നം. ഇപ്പോൾ ബി ജെ പി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ JMM എന്ന് പറയുമ്പോൾ അഴിമതി എന്ന് പബ്ലിക് മെമ്മറിയിൽ നിന്ന് സാർ പറഞ്ഞല്ലോ. BJP എന്ന് പറയുമ്പോൾ ആ മെമ്മറി ഉണ്ടോ? BJP എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പെട്ടെന്ന് മനസ്സിൽ വരിക? ഒരു ഫാഷിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടി, ആളുകളെ തല്ലിക്കൊല്ലുന്ന പാർട്ടി, കലാപം ഉണ്ടാകുന്ന പാർട്ടി, വർഗീയത പറയുന്ന പാർട്ടി എന്നാണ്. അഴിമതി പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ടാണ് വരാത്തത്? ഓൺ ദ റെക്കോർഡ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയ പാർട്ടിയാണ്, ഇലക്ട്രൽ ബോണ്ട് വഴി അഴിമതി നടത്തിയ പാർട്ടിയാണ് BJP. അത് പബ്ലിക് മെമ്മറിയില്ല. JMMനെ പറ്റി പറയുമ്പോൾ പഴയ JMM കോഴക്കേസാണ് നമ്മുടെ മെമ്മറിയിലുള്ളത്. അപ്പോൾ ഷിബു സോറാൻ്റെ വീട്ടിൽ നിന്ന് 36 ലക്ഷം പിടിച്ചിട്ടുണ്ടെങ്കിൽ 36 ലക്ഷമൊക്കെ JMM പോലെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ചെറിയ പൈസയാണ്. അയാൾ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ അയാൾക്ക് കാശ് വേണം. അയാൾ അവിടെ മൈനിങ് നടന്നുകൊണ്ട് കാശ് വാങ്ങുന്നുണ്ടാവും, അയാളുടെ പാർട്ടി വാങ്ങുന്നുണ്ടാവും. അയാളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ അയാളാണ് ഫണ്ട് ചെയ്യുന്നത്, അയാളാണ് ആ പാർട്ടി നയിക്കുന്നത്. അപ്പോൾ അഴിമതിയെ നമ്മൾ ഇപ്പോൾ JMM അഴിമതി കാണിച്ചുകൊണ്ട് അവരെ BJP കൂട്ടാൻ പോകുന്നത് ആ പറയുന്നതിൽ കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഴിമതി ചെയ്യുന്നുണ്ട്. അഴിമതി മറച്ചു വയ്ക്കാൻ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുള്ള പാർട്ടികൾക്ക് പ്രശ്നമില്ല. അങ്ങനെയുള്ള പാർട്ടികൾ പോലും ED വേട്ടയാടുന്ന കാലമാണിത്. കേരളത്തിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിലൂടെ പാർട്ടി ഫണ്ടും അഴിമതി പണമൊക്കെ മറച്ചു വയ്ക്കാൻ സംവിധാനമുള്ള ഒരു സ്ഥലത്ത് പോലും ED വന്ന് പൊക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത JMMന് എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഭീഷണിപ്പെടുത്തി അവരിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഇപ്പോൾ അല്പം മുമ്പ് JMMൻ്റെ പാർട്ടി ട്വിറ്ററിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, സർ നഹി ജുക്കേങ്കെ, തല കുനിക്കില്ല എന്നാണ്. കാരണം ഈ റൂമർ ഇന്നലെ മുതൽ കേൾക്കുന്നതാണ്. അപ്പോൾ ആ റൂമർ അവരുടെ പാർട്ടി പ്രവർത്തകർക്കും അവരുടെ വോട്ടർമാർക്കും ഉണ്ടാക്കുന്ന അങ്കലാപ്പ് ചില്ലറയല്ല, അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണത്. ഞങ്ങൾ തല കുനിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ BJPക്ക് അടിയറ പറയുന്ന JMM അവിടെ തൂഫാനാണ്.